The United States and its partners have launched Operation Epic Fury. Airstrikes are pounding Tehran while missiles rain down on Israeli cities and US bases. സൈനിക ശക്തിയും ആയുധബലവും യുദ്ധങ്ങൾ നിയന്ത്രിച്ചിരുന്ന കാലം എന്നോ കഴിഞ്ഞുപോയി. ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിൽ ലോകം കണ്ടത് യുദ്ധത്തിൻ്റെ ഏറ്റവും ആധുനികമായ രൂപമാണ്. ഇപ്പോൾ തുടരുന്ന ഈ യുദ്ധത്തിനാകട്ടെ അതിശക്തനായ ഒരു നിയന്താവുണ്ട്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ വധം മുതൽ മിഡിൽ ഈസ്റ്റിലുള്ള US മിലിറ്ററി ബേസുകൾ കൃത്യമായി ഇറാൻ ആക്രമിച്ചതിൽ വരെ AI സ്വാധീനമുണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യുദ്ധമുഖത്ത് AI എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അനുനിമിഷം സാറ്റലൈറ്റുകൾ, ഡ്രോണുകൾ, സൈബർ നെറ്റ്വർക്കുകൾ തുടങ്ങിയവയിൽ നിന്നും ടെറാബൈറ്റുകൾ കണക്കിന് വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നുണ്ട്. ഈ ഡേറ്റയുടെ ഏകദേശം 60% മുതൽ 70% വരെ പ്രാഥമികമായി പ്രോസസ്സ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളാണെന്ന് വിവിധ പ്രതിരോധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിലൂടെ യുദ്ധഭൂമിയിൽ ഇന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ദിവസങ്ങളിൽ നിന്നും മണിക്കൂറുകളിൽ നിന്നും വെറും സെക്കൻഡുകളിലേക്ക് ചുരുങ്ങി. ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ AI സംവിധാനങ്ങളുണ്ട്. ഇവ ലോകത്തിലെ ഏറ്റവും മികച്ച AI മിലിറ്ററി ടെക്നോളജികൾ ഒന്നാണ്. ലവൻഡർ എന്ന ഇസ്രായേൽ AI അധിഷ്ഠിത സംവിധാനം വ്യക്തികളുടെ ഫോൺ ഉപയോഗം, ലൊക്കേഷൻ പാറ്റേണുകൾ, സോഷ്യൽ നെറ്റ്വർക്ക് ബന്ധങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് ലക്ഷ്യങ്ങളെ തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഏകദേശം 30,000 മുതൽ 37,000 വരെ വ്യക്തികളെ പൊട്ടൻഷ്യൽ ടാർഗറ്റ്സായി ലവൻഡർ അടയാളപ്പെടുത്തിയതായി നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സംവിധാനത്തിന് 85% മുതൽ 90% വരെ കൃത്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗോസ്പൽ എന്ന AI സംവിധാനം വ്യക്തികളെക്കാൾ കൂടുതൽ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും ലക്ഷ്യമാക്കി ടാർഗറ്റ് ജനറേഷൻ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു ദിവസത്തിൽ തന്നെ 100 കണക്കിന് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ ഗോസ്പൽ ഇസ്രായേലിനെ സഹായിക്കുന്നു. ഫയർ ഫാക്ടറി എന്ന മറ്റൊരു AI സംവിധാനം ഈ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ആക്രമണങ്ങളുടെ സമയക്രമവും രീതിയും സ്വയമേ നിർദ്ദേശിക്കുന്ന ഒരു പ്ലാനിംഗ് ടൂളായി പ്രവർത്തിക്കുന്നു. അമേരിക്ക 2017 ആരംഭിച്ച പ്രൊജക്ട് മാവൻ വീഡിയോ ഫീഡുകളും ഇമേജ് ഡേറ്റയും വിശകലനം ചെയ്ത് ശത്രുപാളയത്തെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു AI സംവിധാനമായി ഇന്ന് വികസിച്ചു കഴിഞ്ഞു. ഈ സംവിധാനം 170-ലധികം ഇന്റലിജൻസ് സ്രോതസ്സുകളിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിച്ച് റിയൽ ടൈം ബാറ്റിൽ ഫീൽഡ് അവയർനെസ് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നു. ഈ സംവിധാനങ്ങളുടെ ഭാഗമായാണ് പുതുതലമുറ AI മോഡലുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന്ത്രോപ്പി വികസിപ്പിച്ച ക്ലോഡ് പോലുള്ള മോഡലുകൾ ഡിസിഷൻ സപ്പോർട്ട് സംവിധാനങ്ങളായി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ക്ലോഡ് പോലെയുള്ള AI നേരിട്ട് ഡ്രോണുകളോ മിസൈലുകളോ നിയന്ത്രിക്കുന്നില്ല. എന്നാൽ ടാർഗറ്റ് പ്രയോറിറ്റൈസേഷൻ, റിസ്ക് അസസ്മെന്റ്, സിമുലേഷൻ ബേസ്ഡ് ഫോർകാസ്റ്റിംഗ് എന്നിവയിൽ അവ നിർണായക സഹായം നൽകുന്നു. ഇതിലൂടെ കമാൻഡർമാർക്ക് വേഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ചില സൈനിക വിശകലനങ്ങൾ പ്രകാരം AI ഉപയോഗത്താൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 1000-ലധികം ടാർഗറ്റ് പോസിബിലിറ്റീസ് വിലയിരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്നത്തെ യുദ്ധം മാറിക്കഴിഞ്ഞു. ഇറാനാകട്ടെ AI ഉപയോഗത്തിൽ വ്യത്യസ്തമായൊരു തന്ത്രം പിന്തുടരുന്നുണ്ട്. ഉയർന്ന ചെലവുള്ള കേന്ദ്രീകൃത സിസ്റ്റങ്ങൾക്ക് പകരം കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് വാർഫെയർ മോഡലുകളാണ് ഇറാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ് ഇറാന്റെ പ്രധാന ആയുധം. ഒരേ സമയം നിരവധി ഡ്രോണുകൾ പരസ്പരം ഡേറ്റ കൈമാറുന്നു. ചില ഡ്രോണുകൾ GPS ഇല്ലാതെയും ഓൺബോർഡ് AI നാവിഗേഷൻ ഉപയോഗിച്ചും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിവുള്ളവയാണ്. ഇവ ഇലക്ട്രോണിക് ജാമിംഗ് സാഹചര്യത്തിലും പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നു. കുറഞ്ഞ ചെലവിൽ ഇറാൻ നിർമ്മിച്ച ഈ സംവിധാനങ്ങൾ ഉയർന്ന ചെലവുള്ള US ഇസ്രായേൽ സംവിധാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈന ഇറാൻ ബന്ധം ഈ AI യുദ്ധത്തിന്റെ മറ്റൊരു നിർണായക വശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ AI വികസന വിപണികളിലൊന്നായ ചൈന ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, സർവേലൻസ് അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നിവയിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇറാൻ ഈ സാങ്കേതിക വിദ്യകൾ നേരിട്ടോ പരോക്ഷമായോ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. ചൈന ദിവസേന ഏകദേശം 11 മില്യൺ ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള ബന്ധം തന്ത്രപരമായി നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇത് സാങ്കേതിക സഹകരണത്തിനും വഴിയൊരുക്കുന്നു. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് സാറ്റലൈറ്റുകൾ ഇറാന് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഈ വിവരങ്ങൾ വിലയിരുത്തുന്നത് AI സംവിധാനങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങൾ
കൃത്യമായി ഇറാൻ ആക്രമിക്കാൻ കഴിഞ്ഞതും ഈ AI സംവിധാനങ്ങളിലൂടെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ AI യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീനം തീരുമാനമെടുക്കാനുള്ള അതിൻ്റെ ശേഷിയാണ്. മനുഷ്യർക്ക് ഒരു ടാർഗറ്റ് വിശകലനം ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടി വന്നിരുന്നപ്പോൾ AI സംവിധാനങ്ങൾ അത് സെക്കൻഡുകൾക്കുള്ളിൽ നിർവഹിക്കുന്നു. ഇതോടെ യുദ്ധം കൂടുതൽ ഓട്ടോമേഷനിലേക്ക് മാറുന്നു. എന്നാൽ ഈ വേഗത ഭാവിയിലെ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ടാർഗറ്റ് ഐഡന്റിഫിക്കേഷനിൽ 10 മുതൽ 15% വരെ പിഴവുണ്ടായാൽ പോലും അതിൻ്റെ ഫലമായി വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഒരു AI എടുത്ത തെറ്റായ തീരുമാനം ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന ചോദ്യം യുദ്ധത്തിൻ്റെ പ്രധാന നൈതിക പ്രശ്നമായി തുടരുന്നു. ഇതിലൂടെ യുദ്ധം ഭൗതികമായ അതിർത്തികളിൽ നിന്ന് ഡിജിറ്റൽ ലോകത്തിലേക്ക് വ്യാപിക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധം എന്നതിലുപരി ഭാവിയിലെ യുദ്ധങ്ങളുടെ ഒരു പരീക്ഷണശാലയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് ആയുധങ്ങളല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള സംവിധാനങ്ങളാണ്. മനുഷ്യൻ്റെ പങ്ക് കുറയുകയും യന്ത്രങ്ങളുടെ പങ്ക് വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ നിയന്ത്രണം തന്നെ പുതിയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഭാവിയിലെ യുദ്ധങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഡേറ്റ ശേഖരിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ശക്തികളാകും യുദ്ധത്തിൻ്റെ ഫലം നിർണ്ണയിക്കാൻ പോകുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഈ ഭാവിയുടെ ഒരു മുന്നറിയിപ്പാണ്.